രാഹുലിൻ്റെ പാർലമെൻറ്റിലെ ഇന്നത്തെ പ്രസംഗം ആക്രമണോത്സുകനായ ഒരു പോരാളിയുടെ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. അത് യഥാർത്ഥത്തിൽ അഭിമന്യുവിനെയാണ് ഉപമയായി എടുത്തതെങ്കിലും അർജുനൻ്റെ വൈഭവമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത് എന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ സ്ഥിതിവിവര കണക്കുകളോ ഒരു ബഡ്ജറ്റിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്ഥിതിവിവര കണക്കുകളോ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്നതിനുമപ്പുറം വളരെ ആലങ്കാരികമായി എന്നാൽ കുറുക്കുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അതിൽ ചില പ്രത്യേകതകൾ എനിക്ക് എടുത്ത് കാണിക്കാൻ തോന്നുന്നു. അതിലൊന്ന്, നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന സമയത്തും ബഡ്ജറ്റിൻ്റെ പ്രസംഗവേളയിലും രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ശൈലിയും രീതിയും എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ എടുത്ത് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതിയാണ്. അത് വളരെ ബോധപൂർവമാണ്. കാരണം ഇന്ത്യയുടെ പൊതുബോധത്തിൽ ആഴ്ന്നിരിക്കുന്ന അഥവാ ഇന്ത്യയുടെ പൊതുബോധത്തിൽ ഏറ്റവും കൂടുതൽ നിലീനമായിരിക്കുന്ന ഒരു വികാരത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൂലധനമായി ഉപയോഗിച്ച ഒരു ഭരണപക്ഷത്തെ നേരിടാൻ അതേ ആശയത്തെ അതേ അളവിൽ തിരിച്ചു പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒരു പോരാളിയായ അർജുനൻ്റെ വൈഭവം ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചു. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ആ ചക്രവ്യൂഹത്തെ ഭേദിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധി ശിവനെക്കുറിച്ചും ശിവന്റെ തൃശൂലത്തെക്കുറിച്ചും അഭയമുദ്രയെക്കുറിച്ചും സൂചിപ്പിച്ചു. അന്ന് മേഘനാഥനെയും കുംഭകർണനെയും കേൾക്കുന്ന രാവണനെ പോലെയാണ് മോദി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആരായിരുന്നു മേഘനാഥൻ, ആരായിരുന്നു കുംഭകർണൻ? അതിലൊന്ന് അദാനി, ഒന്ന് അംബാനി. അതേ അദാനിയെയും അംബാനിയെയും ഇത്തവണ രാമായണത്തേക്കാൾ മഹാഭാരതത്തിലെ ഈ ചക്രവ്യൂഹം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിന് 8 ചുറ്റുകളുണ്ട്. ആ 8 ചുറ്റുകൾക്കുള്ളിൽ കടന്ന അഭിമന്യു പിന്നീട് തിരിച്ചു വരാതെ ഉള്ളിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ഉപമ 6 പേർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടുപോയ അഭിമന്യുവിനെ പോലെയാണ് ഇന്ത്യയിലെ യുവജനങ്ങൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇന്ത്യ തന്നെയും ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. വളരെ ആവേശകരമായ പ്രസംഗമാണ്. നമ്മളത് കേൾക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചയിലെ ഒരുപക്ഷെ കണക്കിങ്ങനെ വെച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടേ എന്നൊരു ചോദ്യം മാറ്റി നിർത്തിയാൽ വളരെ ആവേശകരമായ ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കുറച്ച് ഗവേഷണമൊക്കെ ചെയ്തു. അപ്പോൾ ചക്രവ്യൂഹം എന്നുള്ളതിന് മറ്റൊരു പേര് കൂടിയുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചു. അത് പത്മവ്യൂഹം എന്നാണ്. പത്മം എന്നാൽ താമര. ഈ താമരയാണല്ലോ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് നെഞ്ചത്തണിഞ്ഞിരിക്കുന്നത്. ആ താമരയിൽ കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പത്മവ്യൂഹത്തിലാണ് ഇന്ത്യ പെട്ടിരിക്കുന്നത്. പുറത്തു വരാനറിയാതെ ഒരു ഇന്ത്യ അവിടെ ഉഴലുന്നുണ്ട്. അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതും അതിനെ ബന്ധിച്ചിരിക്കുന്നതും 6 പടയാളികളാണ് എന്ന് പറയുന്നു. അതിലൊരു പടയാളി മോദി, രണ്ടാമത്തെ പടയാളി അമിത്ഷാ, മൂന്നാമത്തെ പടയാളി RSS ചീഫ് മോഹൻ ഭഗവത്, നാലാമത്തെ പടയാളി ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, 5ഉം 6ഉം സ്ഥാനത്തുള്ളത് A1 A2 എന്ന് പിന്നീട് സ്പീക്കറിൻ്റെ ഇടപെടലിന് ശേഷം വിശേഷിപ്പിച്ച അംബാനിയും അദാനിയും. ഈ 6 പേർ നിയന്ത്രിക്കുന്ന ചക്രവ്യൂഹത്തിനുള്ളിൽ ഇന്ത്യ പെട്ടുപോയി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് 3ആയി നമുക്ക് ചുരുക്കാം. ഒന്ന്, ഈ രാജ്യവും ഈ ബഡ്ജറ്റും പ്രതിനിധാനം ചെയ്യുന്നത് ക്രോണി ക്യാപിറ്റലിസത്തെയാണ്, അത് കുത്തക മുതലാളിത്തത്തെയാണ്. 2, ഈ സ്റ്റേറ്റും ഈ ബഡ്ജറ്റും നരേന്ദ്രമോദി സർക്കാരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഡീപ് സ്റ്റേറ്റിനെയാണ്. അതുകൊണ്ടാണ് അവിടെ അജിത് ഡോവലിനെ കൊണ്ടുവരുന്നത്. മൂന്നാമത്തത്, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റേത് ഒരു രാഷ്ട്രീയ മേധാവിത്വം, രാഷ്ട്രീയ മൊണോപ്പൊളിയാണ്, രാഷ്ട്രീയ കുത്തക ഭരണമാണ് എന്ന് പറഞ്ഞാൽ ഈ 3 ആശയങ്ങളും ഇന്നത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുത്തക മുതലാളിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ അംബാനിയും അദാനിയുടെയും പേര് പറയുന്നു, മോഹൻ ഭഗവത്തിൻ്റെ പേരും അജിത് ഡോവലിൻ്റെ പേരും പറയുമ്പോൾ സഭയിലുള്ളവർ ഇല്ലാത്തവരുടെ പേര് പറയുന്നത് ചട്ടലംഘനമാണ് എന്ന് സ്പീക്കർ പറയുന്നു. രാഹുൽ ഗാന്ധി അതിന് പിൻവാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് A1 A2 നിങ്ങൾ അല്ലെങ്കിൽ 2, 3, 4 എന്ന നമ്പറുകളിലായിട്ട് ഞാനിത് പറയാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ 24% പോർട്ടുകൾ, ഇന്ത്യയിലെ പോർട്ടുകളിൽ 24% നിയന്ത്രിക്കുന്നത് അദാനിയാണ്. ഇന്ത്യയിലെ കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ 54% അദാനിയുടെ പോർട്ടുകളിലൂടെയാണ്. അത് വിഴിഞ്ഞത്തടക്കം. സ്വാഭാവികമായും കേരളത്തിലടക്കം വിഴിഞ്ഞത്തിൽ അദാനിയെ സ്വാഗതം ചെയ്തത് UDFൻ്റെ സർക്കാരാണ്, അത് നടപ്പിലാക്കിയത് LDFൻ്റെ സർക്കാരാണ്. അദാനിയെ കുറ്റം പറയാൻ അവർക്ക് എന്ത് അധികാരമെന്ന് തിരിച്ചൊരു ചോദ്യമുണ്ടാവും. പക്ഷേ ക്രോണി ക്യാപിറ്റലിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് ലളിതമായ ഒരു ഉപമയുണ്ട്. നോക്കൂ, അദാനി ഓസ്ട്രേലിയയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കൽക്കരി ഖനികളിൽ നിന്ന് കയറ്റിവിടുന്ന കൽക്കരി
അദാനി തന്നെ നിർമ്മിച്ച പോർട്ടുകളിലൂടെ, തുറമുഖങ്ങളിലൂടെയും വിമാനത്താവളങ്ങളിലൂടെയും ഇന്ത്യയിലെത്തിച്ച് അദാനിയുടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അദാനിയുടെ കേബിളുകൾ വഴി വീട്ടിലെത്തിക്കുന്ന വീടുകളിൽ, അദാനിയുടെ സിമൻറ്റ് ഫാക്ടറികളിൽ നിന്ന് സൃഷ്ടിച്ച സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ, അദാനിയുടെ ഗ്യാസ് ഫാക്ടറികളിൽ നിന്ന് കുഴിച്ചെടുത്ത് അദാനിയുടെ ഗ്യാസ് കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, എനർജി ഉപയോഗിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നൊരു സംവിധാനമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തൊരിടത്തും ഇതേപോലെ ഒരു സാധാരണ മനുഷ്യജീവിതത്തെ ഏകദേശം 70-80% ചുറ്റിവളയുന്ന രീതിയിൽ ഒരു മുതലാളിയും വളർന്നിട്ടില്ല എന്നൊരു കണക്കാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്ന അദാനിയും അംബാനിയുടെയും കയ്യിൽ നിങ്ങൾ രാജ്യത്തിൻ്റെ മൊണോപ്പൊളി ക്യാപിറ്റലിസം, ക്രോണിക് ക്യാപിറ്റലിസത്തെ വെച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ക്രോണിക് ക്യാപിറ്റലിസം എന്നുള്ളതാണ് പത്മവ്യൂഹത്തിൻ്റെ ഒരു ഇതളായി രാഹുൽ ഗാന്ധി പറയുന്നത്. രണ്ടാമത്തേത് ഡീപ് സ്റ്റേറ്റ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, ഈ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റായി ഇന്ത്യ പ്രവർത്തിക്കുന്നു. എന്താണ് ഡീപ് സ്റ്റേറ്റ്? നമ്മൾ തുർക്കിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കമാൽ അറ്റാതുർക്കിൻ്റെയൊക്കെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലാതെ തന്നെ, എന്നാൽ ഭരണകൂടത്തെ ന്യായീകരിക്കാൻ വേണ്ടി സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി സംവിധാനം, ഒരു നെറ്റ്വർക്ക് സംവിധാനമുണ്ട്. അതാണ് ഇവിടെ RSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അജിത് ഡോവലിനെയും മോഹൻ ഭഗവതിനെയും അദ്ദേഹം ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആശയത്തെ പ്രതിനിധാനം ചെയ്യാനാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യാനാണ്. അങ്ങനെ ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഭരണകൂടത്തിന് സമാന്തരമായി തന്നെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു. ആ ഗൂഢമായിട്ടുള്ള സ്റ്റേറ്റ്, ആ ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ഒരു പവർഫുൾ ഫോഴ്സാണ് എന്നാണ്. മൂന്നാമത്തത് രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കുത്തകയാണ്, അഥവാ കുത്തക രാഷ്ട്രീയം. ഒരു BJPക്കുള്ളിൽ നരേന്ദ്രമോദിയുടെ മാത്രം ആധിപത്യം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമിത്ഷാ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാൽ ദാ അപ്പം തീർന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നത്. ആ പ്രസംഗത്തിലുടനീളം ആ ഉപമകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ആ അർത്ഥത്തിൽ നന്ദിപ്രമേയ പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ബഡ്ജറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടത്തുന്നത്. ഒരു കണക്ക് കൂടി നേരത്തെ ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനും ഒരു തുടർച്ചയുണ്ട് കേട്ടോ. നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ സഭയിലെ ഈ സർക്കാരിൻ്റെ എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്ന സെക്രട്ടറിമാരുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കൂ. മൊത്തം സെക്രട്ടറിമാർ 90. അതായത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന ഓരോ വകുപ്പിലെയും സെക്രട്ടറിമാരുടെ എണ്ണം എടുത്താൽ 90 സെക്രട്ടറിമാരിൽ കേവലം 3 പേർ മാത്രമാണ് OBC ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെന്ന് ഇതേ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ കണക്കിനെ ഒരിക്കൽ കൂടി അദ്ദേഹം ബഡ്ജറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം റീപ്ലേസ് ചെയ്യുകയാണ്. ഇവിടെയാണ് അദ്ദേഹം ഈ അസമത്വത്തിനെതിരെ, സാമ്പത്തിക അസമത്വത്തിനെതിരെ, പ്രാതിനിധ്യമില്ലായ്മയ്ക്കെതിരെ ഒക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമായി നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് അഭിമന്യുവായി തീർന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഭേദിച്ചു വരാൻ കഴിയുന്ന ഒരു അർജുനായി രാഹുൽ ഗാന്ധി മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഇതൊരു തുടർച്ച കൂടിയാണ്. രാഹുൽ പറയാൻ ശ്രമിക്കുന്ന, നിരന്തരം രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3-4 ആശയങ്ങളിൽ ഒന്ന്, ഈ രാജ്യം ഒരു കുത്തക മുതലാളിത്തത്തിൻ്റെ കയ്യിലേക്ക്, ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ കയ്യിലേക്ക് പെട്ടുപോയിരിക്കുന്നു. രണ്ടാമത്തത്, ഈ രാജ്യം ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കൈകളിലാണ്. അവിടെ ഭരണപക്ഷം ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ജനതയെ നിയന്ത്രിക്കുന്നു, സമൂഹത്തെ നിയന്ത്രിക്കുന്നു. മൂന്നാമത്തത്, ഇവിടെ ഒരു കുത്തക രാഷ്ട്രീയം വളർന്നു വരുന്നു. അത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്ന രാഷ്ട്രീയമാകുന്നു. അത് ഏകാധിപത്യമായിട്ട് പ്രവണതയായിട്ട് വളരുന്നു. നാലാമത്തത്, അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഈ രാജ്യത്ത് അസമത്വം കൊടികുത്തി വാഴുന്നു. അത് ജാതിയുടെ പേരിൽ, പ്രാതിനിധ്യമില്ലായ്മയുടെ പേരിൽ, സാമ്പത്തിക അന്തരത്തിൻ്റെ പേരിൽ അത് ശക്തമാകുന്നു എന്നുകൂടി ഒരു കണക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് എന്ന ഹലുവ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് 73% വരുന്ന OBC ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കാണാതെ പോവുകയും അത് 3% വരുന്ന എലീറ്റ് അപ്പർ കാസ്റ്റിൻ്റെ ഒരു പൈ ആയി തീരുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയിലെ ബഡ്ജറ്റ് പ്രസംഗം ഒരു പരിധിവരെ ഇന്ന് സർക്കാരിനെ ഉത്തരം മുട്ടിച്ചു. കണക്കുകൾക്കും അപ്പുറം ഉപമകളും അലങ്കാരങ്ങളും ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രസംഗമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു തുടർച്ച കൂടിയാണ്. നന്ദിപ്രമേയ പ്രസംഗം മുതൽ ഇവിടം വരെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ഹിന്ദു ആശയങ്ങളും ഹിന്ദു മിത്തോളജിയിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങളും എടുത്തുകൊണ്ട് അതേ ആശയത്തിൻ്റെ പുറത്ത് പടുത്തുയർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു എന്നതാണ്. രാഹുൽ ഉത്തരം മുട്ടിച്ചോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ ഉത്തരം. Meet the editors.